അതിസാഹസികമായാണ് സുജാതയും കൊച്ചുമകളും രക്ഷപ്പെട്ടത്. ദുരന്തത്തിൽ നിന്നും നീന്തി രക്ഷപ്പെട്ട ഇരുവരും ചെന്നെത്തിയത് 3 കാട്ടുകൊമ്പന്മാർക്ക് മുന്നിൽ. ശ്വാസമടക്കി പിടിച്ചാണ് നേരം വെളുക്കും വരെ ഇരുവരും ആനകൾക്ക് സമീപം ചെലവഴിച്ചത്. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ ദുരന്തമുഖത്ത് അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നമ്മൾ പലതരത്തിലുള്ള ജീവിതങ്ങളെയാണ് ഓരോ മണിക്കൂറും അതുപോലെ തന്നെ സെക്കൻഡും പരിചയപ്പെടുന്നത്. അതിൽ ഏറ്റവും സാഹസികമായിട്ട് ജീവൻ തിരിച്ചു പിടിച്ച ഒരു കൊച്ചുമകളെയും അതുപോലെ തന്നെ മുത്തശ്ശിയാണ് ഇപ്പം നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഒരുപക്ഷെ അവർ പറയുന്ന കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സിനിമാ കഥയെ പോലും വെല്ലുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. കാരണം അത്രയും അധികം സാഹസികമായിട്ടാണ് അവർ ഇന്ന് ഇപ്പോൾ എൻ്റെ ഈ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേച്ചീൻ്റെ പേരൊന്നും ആദ്യം പറയോ? എൻ്റെ പേര് സുജാത. എന്താ ശരിക്കും അന്ന് രാത്രി സംഭവിച്ചത്? അന്ന് രാത്രി ഒരു 1:15 മണിക്ക് തന്നെ ഞങ്ങൾക്ക് അതിന്റെ സൂചനകളുണ്ട്. ആകെ ഇരുടായിരുന്നു, വെളിച്ചവും വെട്ടയൊന്നുമില്ല, ഇരുട്, ഒരു മൂകന്ത. അപ്പൊ എനിക്ക് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാനോ ഒരു സന്തോഷവും ഇല്ല, മനസ്സിനെന്തോ സംഭവിക്കുന്ന പോലത്തെ ഒരു ടെൻഷൻ. അപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞു, മക്കളെ നമുക്ക് പോകാനും ഒരു സ്ഥലമല്ല, ആരും കൊണ്ടുപോകാനുമില്ല, നമ്മൾ എന്ത് ചെയ്യും, എന്താ ഈ നാട് ഇങ്ങനെ, എനിക്ക് പേടിയാവുന്നുണ്ട്, എന്തോ സംഭവിക്കും തോന്നുന്നു. ഞാൻ കുട്ടികളോടത്ത് സൂചന കൊടുത്ത് വാതിൽ തുറന്നിട്ടേ ഇല്ല, അത്രയ്ക്ക് പേടി. പകല് പെരും മഴ. എന്നിട്ട് ലേശം അരിയിട്ട് കഞ്ഞി വെച്ചിട്ട് ആ കഞ്ഞി ഞങ്ങൾ കുടിച്ചിട്ടില്ല, ടെൻഷൻ കൊണ്ട് എന്തോ സംഭവിക്കാൻ പോകണമെന്ന് തന്നെ. അതിൽ എല്ലാവരും ഉറങ്ങി. കറണ്ടില്ല, കറണ്ട് വെളിച്ചങ്ങളൊന്നുമില്ല. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അടിയിൽ കൂടി എന്തോ വരുന്ന പോലെയോ ഇത് പൊട്ടണ പോലെയോ എന്തൊക്കെയോ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുക. അപ്പം ഞാൻ കുട്ടികൾക്കും ചോറ് വേണ്ട, ഞങ്ങളും കിടക്കുകയാണ് പറഞ്ഞ് കിടന്നു. കൊട്ടിമോളെയും ഞാൻ കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടി കിടക്കുകയാണ് വരാന്തയിൽ. കിടക്കണ സമയത്തുണ്ട് പെരും പൊട്ട്. ഒരു പൊട്ട് കേട്ടതോടെ ഞാൻ പെട്ടെന്ന് ചാടി എണിച്ച് എൻ്റെ കുട്ടിനെ വാരിയെടുത്തു. എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേന് വീടിൻ്റെ അടിയിൽ കൂടി വെള്ളവും കല്ലും മണലും വരുന്നു. വീട്ടിൻ്റെ അടിയിൽ കൂടെ നിമിഷങ്ങൾ കൊണ്ട് വെള്ളം ചളിയൊക്കെ ഇത്രയ്ക്കായി കഴിയല്ല, കെട്ടിടം വീണു. ഇതെല്ലാം ഉള്ളിന്നാ സംഭവിക്കും. വീട് വീണു. വാർപ്പിന്റെ പൊരയായിരുന്നു, വീട് വീണ് കഴിയല്ല. അതിന് പെടാന്ന് മരം വന്നടിച്ചു. മോള് മരത്തിന്റെ അടിയിൽ. അപ്പം ഞാനിങ്ങനെ എണീച്ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, എല്ലാം ഫ്ലാറ്റായി കിടക്കുക. എൻ്റെ കുട്ടീന്ന് പറഞ്ഞ് ഞാൻ എന്നെയും കൊണ്ടുപോകുന്ന ചാടാൻ നിൽക്കുമ്പോഴത്തിന് കുട്ടി പറഞ്ഞ്, അമ്മമ്മ എന്നെ രക്ഷിക്ക്, ഞാനിവിടെ ഉണ്ട് എന്ന്. മരം വന്നടിച്ചത്. മരം, വലിയ തടിമരം വരുമ്പോൾ ഞാൻ ഈ കുട്ടിനെ വലിച്ചെടുക്കുകയായിരുന്നു ഉള്ളിന്ന്. അത് വന്ന് അടിച്ചത് എൻ്റെ കൈക്ക്. അതിൽ കുട്ടിനെ വലിച്ചെടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ മേലേക്ക് കയറി. ഈ അടുപ്പിൻ്റെ സ്ലാബിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ മേലോട്ട് കയറിയിട്ട് വാർപ്പിൻ്റെ പുറത്ത് പോയി. ഈ വാർപ്പ് വീണ് കിടക്കണില്ല, അതിൻ്റെ പുറത്ത് നിൽക്കുക. ഞാൻ നിന്ന് നോക്കുമ്പോൾ കെട്ടിടങ്ങളൊക്കെ മറിഞ്ഞ് വരിക. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കൂക്കും വിളിയും കേൾക്കുന്നുണ്ട്, രക്ഷിക്കണേ രക്ഷിക്കണേ. എൻ്റെ സൗണ്ട് ഇനി ശരിയായിട്ടില്ല, ഒച്ചിട്ടിട്ട് ആരും രക്ഷിക്കാൻ വരുന്നില്ല. ഒരു അയൽവാസിയില്ല, വീടുകളൊന്നുമില്ല, എല്ലാം മറിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പുറത്ത് നിന്നിട്ട് എൻ്റെ കൊച്ചുമോളിയും വലിച്ച് വെള്ളത്തിൽ പോവുക. ഞാൻ എവിടേക്കാണ് പോകണത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നീന്തി വന്നു, കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടുത്ത് എത്തട്ടെ വരെ നീന്തിയപ്പോൾ ഒരു തിണ്ടിന് ഇങ്ങനെ പിടിച്ച് കയറാൻ. അങ്ങനെ കയറി ഇങ്ങനെ പോയപ്പോൾ അവിടെ ആന 3 ഉണ്ട്. അതിലൊരു കവുങ്ങിൻ്റെ മരം ഉണ്ടായി. ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കൊമ്പനാണ്, ഞങ്ങൾ സ്ഥിരം കാണുന്നതാ. എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വെട്ടുന്ന തൊഴിലാളിയാണ്, മുണ്ടക്കൈ ഡിവിഷനിൽ. ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ മിണ്ടാതെ ചെവിയാട്ടി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ്, ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത്, നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ, എന്നെ ഒന്നും ചെയ്യരുത് എന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ട്. ആനിങ്ങനെ നോക്കി 2 കണ്ണു കൂടി ഇങ്ങനെ വെള്ളം വരിക. എൻ്റെ ആ മരത്തിൻ്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു. മഴ, പെരും മഴ. രാത്രി 1:30 സംഭവിച്ചിട്ട് 6 മണി വരെ രാവിലെ ആ മരത്തിൻ്റെ താഴെ ഞങ്ങൾ കിടന്നു. പിന്നെ നമുക്ക് മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് അറിയില്ല, അതിൻ്റെ ആൾക്കാർ വന്നു. ആന ഞങ്ങളടുത്തുനിന്ന് മാറിയിട്ടില്ല. ആന അവിടെ തന്നെ നിൽക്കുക, ഒരു ശല്യം ചെയ്തിട്ടില്ല, ഒന്നും അത് തിന്നിട്ടില്ല. അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണീരും വിട്ടിട്ട് ഞങ്ങളടുത്ത് തന്നെ നിന്നു. അങ്ങനെ ഈ 6 മണിയായപ്പം എല്ലാ കാപ്പിക്കാടാണ്, വനം കാപ്പിക്കാടാ. അതിൻ്റെ ഉള്ളിൽ കൂടി നല്ല നിരങ്ങി വരുമ്പോണ്ട് നമ്മളെ ആൾക്കാർ രക്ഷിക്കാനുള്ളവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളിതാ വരികയാണ് എന്ന്. അങ്ങനെ അവർ ഒച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കുട്ടിനെയും കൂട്ടിയിട്ട് നീങ്ങിപ്പോയി. ഈ പുലരും വരെ ആനന്റെ കൂടെ ആ താഴത്ത് കിടക്കുകയായിരുന്നു. ഒരു ആനയുണ്ടായിരുന്നു? 3 എണ്ണം.
മൂന്നെണ്ണം. അതിൽ 2 കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് തെങ്ങിന്റെ കവുങ്ങുകൾ തിന്നുണ്ട്. ഈ ഒരു ആന അനങ്ങിയിട്ടില്ല, അവിടെ തന്നെ നിന്നു. ഞങ്ങൾ അങ്ങനെ അതിന്റെ കൂട്ടത്തിന്ന് തള്ളിനെയും കുട്ടിനെയും കൂടി വന്ന് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോൾ ഏതോ ഒരു വീടൊന്നും എനിക്ക് ഓർമ്മയില്ല, അറിയില്ല. അപ്പുറം ഇപ്പുറം കടലല്ലേ, ഒന്നും അറിയുന്നില്ല. ആ വീട്ടിൽ പോയപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തവരിട്ട് തന്നു. എനിക്ക് കുട്ടിക്ക് അവൾക്ക് മാറ്റി കൊടുത്തു, ഒക്കെ തുടച്ചു കൊടുത്തിട്ട് ഈ ഒരു ഡ്രസ്സും ആക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു പള്ളീൻ്റെ അവിടെ, ചൂരമല പള്ളീൻ്റെ അവിടേക്ക് വന്നു. എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ ആൾക്കാർ വണ്ടി കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? വേറെ എൻ്റെ 3 മക്കളുണ്ടായി. അവർ മിൻസിൽ അഡ്മിറ്റാണ്. നട്ടല് പൊട്ടിയിട്ടും ഒരു പഠിത്തം കഴിഞ്ഞത് എന്തോ പറയുമല്ലോ, നമ്മളെ ഇവിടെ മേപ്പാടി കോളേജിലാണ് എൻ്റെ മോൻ പഠിക്കുന്നത്. സൂരജാണ് പേര്. ഇവിടെയാണ് പഠിക്കുന്നത്. അവൻ്റെ പഠിത്തം ഇവിടുത്തെ കഴിഞ്ഞിട്ട് അവന് വേറെ എന്നിട്ട് വേറെ എന്തോ ഒരു ക്ലാസ് മൊബൈലിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 6 മാസമായി. ഇനി 4 മാസം കൂടെ പഠിക്കാനേ ഉള്ളൂ. മൊത്തത്തിൽ ആരൊക്കെയാ വീട്ടിലുള്ളത്? ആരൊക്കെയാണ്? എത്ര അംഗങ്ങളുണ്ട്? ഞങ്ങൾ 3, 4, 5 ആള്. 5 ആൾ അവിടെ ഉണ്ട്. അതിലത്തെ 3 ആള് വാർപ്പിൻ്റെ അടിയിലായിരുന്നു. അവരും ഞങ്ങൾ വന്ന വഴി കണ്ട് അവരും പുറത്തേക്ക് ചാടിയിട്ട് തൊട്ടടുത്ത് 2 വയസ്സായ ആൾക്കാരുണ്ടായി. അവരെ വാതിലൊക്കെ കുത്തി പൊട്ടിച്ച്, അവർക്ക് പുറത്ത് ചാടാൻ വഴിയില്ല, കുത്തി പൊട്ടിച്ചിട്ട് അവരിനെ പിടിച്ച് ഏറ്റി എടുത്തിട്ട് എൻ്റെ